ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണെന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള മഴയാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒറ്റപ്പെട്ടതാണെങ്കിലും ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിലെ പീരുമേട്, അട്ടപ്പള്ളം എന്ന ഭാഗത്ത് വനമേഖലയിൽ ഒരു ഉരുൾപൊട്ടിയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വില്ലേജ് ഓഫീസറും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. ആൾതാമസം അധികം ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് വലിയ അപകടം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. കോഴിക്കോട് താലൂക്കിലെ മടവൂർ വില്ലേജിൽ പുല്ലാളൂരിൽ ഇടിമിന്നലേറ്റൊരു സ്ത്രീ മരിക്കുന്ന സ്ഥിതിയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ഗൗരവമായി കാണേണ്ടത് മഴയേക്കാൾ വളരെ കടുപ്പത്തിലുള്ള ഇടിയും മിന്നലുമാണ്. ഇടിയും മിന്നലും വളരെ ഗൗരവമായി തന്നെ നമ്മൾ കാണേണ്ട ഒരു വസ്തുതയാണെന്നുള്ളത് കൊണ്ട് നമ്മുടെ സായാഹ്നങ്ങളിൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കൽ, ഇപ്പോൾ വീടിൻ്റെ മുറ്റത്തിരിക്കുന്നൊരു സ്ത്രീയാണ് ഇടിമിന്നലേറ്റ് മരിച്ചത്. ഇടിമിന്നലിന് വേറെ പ്രതിരോധ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും പരമാവധി ഇടിമിന്നലുള്ള സ്ഥലത്ത് പുറത്തിറങ്ങാത്ത വിധം സൂക്ഷിക്കുക തന്നെയാണ് ഏറ്റവും പ്രധാനം. 2 ന്യൂനമർദ്ദ പാത്തികൾ, സൈക്ലോൺ സർക്കുലേഷൻ 2 ന്യൂനമർദ്ദ പാത്തികൾ ഇപ്പോൾ രൂപപ്പെട്ടതായി കാണുന്നുണ്ട്. അതൊരു ന്യൂനമർദ്ദമായിട്ട് രൂപപ്പെട്ടേക്കാമോ എന്ന സംശയവും കാലാവസ്ഥ പരിശോധന സമിതിക്കുണ്ട്. ഒന്ന് കേരളത്തിൻ്റെ തീരത്തും മറ്റൊന്ന് ബംഗാൾ ഉൾക്കടലുമാണ്. ഈ 2 ന്യൂനമർദ്ദ പാത്തി അനുസരിച്ചാണ് നമ്മുടെ വരും ദിവസങ്ങളിലെ നടപടിക്രമങ്ങൾ പോവുക. എന്തായാലും 24-ാം തീയതി വരെ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നൊരു പ്രശ്നം. ഇടുക്കി ജില്ലയിലാണ് കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള സംഭവങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലാ കളക്ടർമാരുമായിട്ട് ആശയവിനിമയം നടത്തി വരികയാണ്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നല്ല ജാഗ്രതയോടെ കാണേണ്ട ഒരാഴ്ച കാലമാണ്. പ്രത്യേകിച്ച് 24-ാം തീയതി വരെയുള്ള 4 ദിവസക്കാലം വളരെ ജാഗ്രതയോടെ കാര്യങ്ങളെ കാണണം എന്നുള്ള പൊതുനിർദ്ദേശമാണ് നൽകുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, സാധാരണ ഈ വർഷത്തിലുണ്ടാകുന്നത് പോലെ വൈകുന്നേരങ്ങളിലുള്ള ഇടിയോട് കൂടിയിട്ടുള്ള മഴയും മിന്നലോട് കൂടിയിട്ടുള്ള മഴയും രണ്ടും ഗുരുതരമായ പ്രശ്നമാണ്. ഇടിയേക്കാൾ മിന്നലാണ് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം. ആ 2 കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. സംസ്ഥാന സർക്കാർ വളരെ സജ്ജമാണ് ഈ കാര്യങ്ങളിലെല്ലാം. എല്ലായിടത്തും ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് നടത്തിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം നല്ല ശ്രദ്ധ ഈ കാര്യത്തിൽ കാണിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 24 വരെ നല്ല ജാഗ്രത ഉണ്ടാകണം. ഒരുമിച്ച് സംസ്ഥാനം ആകെ മഴ എന്നുള്ള സ്ഥിതിയില്ല. പക്ഷേ ചിലയിടങ്ങളിൽ, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നല്ല മഴയാണ് പെയ്യുന്നത്. ഇടുക്കിയിൽ ഉരുൾപൊട്ടിയത് അത് ഗുരുതരമായിട്ടുള്ള കാര്യമാണോ? ഇനി മറ്റിടങ്ങളിലേക്ക് ഇങ്ങനെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടോ? ഇടുക്കിയിൽ ഇപ്പോൾ ഉരുൾ പൊട്ടിയിട്ടുള്ളത് ഉരുളെന്ന നിലയിൽ നല്ല പൊട്ടലാണെങ്കിലും ജനവാസമുള്ള മേഖലയല്ല എന്നിപ്പോൾ കാണാൻ കഴിഞ്ഞതുകൊണ്ട് വേറെ വലിയ അപകടങ്ങൾ അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പുലമന്തോൾ വില്ലേജിൽ ഒഴുക്കിൽപ്പെട്ട കാണാതായ ഒരു അന്യസംസ്ഥാന തൊഴിലാളി അതിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിലാണെങ്കിൽ ചാലക്കുടി താലൂക്കിലെ പരിയാരം CSR കടവിൽ ബണ്ട് മുറിച്ച് കിടക്കെ ഒരാൾ പുഴയിലേക്ക് വീണ് കാണാതായിട്ടുണ്ട്. ചാലക്കുടി ഫയർ സ്റ്റേഷനിൽ നിന്ന് സുംബ ടീം ഉൾപ്പെടെ ഇപ്പോൾ അവിടെ തെരച്ചിൽ നടത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ദീർഘമായിട്ട് ഇപ്പോഴും ലഭ്യമായിട്ടില്ല. 17 ഡാമുകളുടെ ഷട്ടറുകൾ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇടുക്കിയിലെ മലങ്കര, ലോവർ പെരിയാർ, മാട്ടുപ്പെട്ടി, കുണ്ടള, കല്ലാർ, എറണാകുളത്തെ ഭൂതത്താൻകെട്ട് ബാരേജ്, തൃശ്ശൂരിലെ വാടാനി, പത്താഴക്കുണ്ട്, അസുരംകുണ്ട്, പൂമല, പാലക്കാട്ടെ മംഗലം, മീങ്കര, ചുള്ളിയാർ, കാഞ്ഞിരപ്പുഴ, മലമ്പുഴ, കണ്ണൂരിലെ പഴശ്ശി, ഇത്രയും ഡാമുകളാണ് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഡാമുകളിൽ കർശനമായി കൊടുത്തിട്ടുള്ള നിർദ്ദേശം റൂൾ കർവ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കേണ്ട, നമുക്ക് ആരംഭിക്കാം എന്ന വിധത്തിലാണ്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടിയാണ് കാര്യങ്ങളെല്ലാം നോക്കിയത്.